എടി, എന്തെങ്കിലും അവസരം വരുമ്പോൾ പെണ്ണുങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് വട്ടം വേണ്ട 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 എന്ന് പറയണം. എന്തിനാണെന്നറിയാമോ? ശീലാവതികളായിട്ട് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് കഴിഞ്ഞും വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ മാനത്ത് നോക്കിയിരിക്കുകയുള്ളൂ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ മോളെ അറിഞ്ഞ് പെരുമാറണം എന്ന് അമ്മായിമ്മ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേറെ ലെവലിലാണ്. ആര്യയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ആര്യ, യഥാർത്ഥ പേരല്ല. PG കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ഹസ്ബൻഡിന് വേറൊരു ജില്ലയിലാണ് ജോലി. ഞാനിപ്പോഴും ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജോലി വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ഹസ്ബൻഡ് വീട്ടിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഹസ്ബൻഡ് ചിലപ്പോൾ 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ വരും, അല്ലെങ്കിൽ മാസത്തിലൊന്ന് വരും. എന്തായാലും കോഴ്സൊക്കെ കഴിഞ്ഞ് ജോലി വല്ലതും കിട്ടുമ്പോൾ മാത്രം മതി കുട്ടികൾ എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. ഹസ്ബൻഡ് എന്നേക്കാൾ 7 വയസ്സിന് മൂത്തതാണ്. പക്ഷേ സാമ്പത്തിക സ്ഥിതി നല്ലതാണ്, നല്ല ജോലിയുമുണ്ട്, പിന്നെ കാണാനും തെറ്റില്ല. അങ്ങനെയാണ് ഈ ബന്ധത്തിന് ഞാൻ സമ്മതിച്ചത്. വലിയ പ്രതീക്ഷകളില്ലാതെയാണ് ഞാൻ വിവാഹം ചെയ്തത്. കാര്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആവറേജായി പോകുന്ന ഒരു വ്യക്തിയാണെന്നും. അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെയാണ് വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ ചുവടുവെച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് കൂടിയ കാര്യങ്ങൾ നിനക്കറിയാമോ എന്ന് മാഡം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു കാമുകനുണ്ടായിരുന്നു. ഏതൊരു പെണ്ണും കൊതിക്കുന്ന കാമുകൻ. പക്ഷേ അന്യമതസ്ഥനായിരുന്നു. ഒരു ഘട്ടം വന്നപ്പോൾ ഞങ്ങൾക്ക് മ്യൂച്വലി ആലോചിച്ച് പിരിയേണ്ടി വന്നു. അതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ 2 പേർക്കും ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. റിസ്ക്കാണ്. എങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ രസങ്ങളും അറിഞ്ഞിരുന്നു. പിന്നെ കരുത്തനായ ഒരു പുരുഷനെ കണ്ട സ്ത്രീ സാധാരണ ഒരു പുരുഷനെ എന്തായാലും അത്രയ്ക്ക് വലിയ രീതിയിലൊന്നും മതിക്കില്ല. അങ്ങനെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ഹസ്ബൻഡിനോട് ഞാനതൊന്നും കാണിച്ചില്ല. എന്തായാലും പുള്ളി വരുന്നതല്ലേ പോകുന്നതല്ലേ, ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ഒഴുകി അങ്ങ് നീങ്ങി. സമയം നന്നേ കുറവാണെന്ന് ഹസ്ബൻഡിനറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അപകർഷതാബോധമുണ്ട്. എന്നോട് ചോദിക്കും, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. ഞാൻ പറയും, സാരമില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കൂ, നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. കാര്യം എന്തിനാണ് വെറുതെ ഉള്ള തീയിൽ എണ്ണയൊഴിക്കുന്നത്? ഹസ്ബൻഡ് വീട്ടിൽ അമ്മായിച്ചനും അമ്മായിമ്മയുണ്ട്. 2 പേരും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലല്ലെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. വഴക്കും വക്കാണൊന്നുമില്ലെങ്കിലും 2 പേരും തമ്മിൽ മിണ്ടാട്ടം വളരെ കുറവാണ്. ഞാൻ അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഹസ്ബൻഡിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പണ്ടേ അങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണ് അമ്മയ്ക്കും അച്ഛനും നടന്നത് എന്ന് അദ്ദേഹവും പറഞ്ഞു. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അതുകൊണ്ട് ഞാനും കൂടുതൽ അന്വേഷിച്ചില്ല. അമ്മായിച്ചന് ഒരു കമ്പനിയിലാണ് ജോലി. പുള്ളിയുടെ തുണികളൊക്കെ പുള്ളി തന്നെയാണ് നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു വട്ടം ഞാനതെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, നീ അത് തൊട്ടു പോകരുത്, അങ്ങയുടെ കാര്യങ്ങൾ അങ്ങനെ തനിയെ ചെയ്തോളും, അങ്ങയുടെ കൈക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ വിലക്കി. നീ നിൻ്റെ അമ്മായിച്ചൻ്റെ പുറകെ ഒന്നും ചെയ്യാൻ വേണ്ടി ഓടി നടക്കേണ്ട കാര്യമില്ല. നിൻ്റെ ഭർത്താവിനെ ശ്രദ്ധിച്ചാൽ മതി, പുള്ളി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും, അതാണ് പുള്ളിക്ക് ഇഷ്ടം എന്നെന്നോട് പറഞ്ഞു. എന്താമേ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കാൻ പോയില്ല. കാര്യം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് അവരുടെ സ്വകാര്യതയല്ലേ എന്ന് വിചാരിച്ച് ഞാനൊന്നും മിണ്ടിയില്ല. എന്നോട് പറയുകയാണെങ്കിൽ കേൾക്കാം എന്ന് വിചാരിച്ച് ഞാൻ നിശബ്ദയായിരുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സഹായത്തിനും വരുന്നത് പ്രസാദ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. 30-38 വയസ്സ് കാണും. പുള്ളി വിവാഹിതനാണ്, 2 കുട്ടികളുടെ അച്ഛനുമാണ്. പക്ഷേ അമ്മ എല്ലാ കാര്യത്തിനും പുള്ളിയാണ് വിളിക്കുന്നത്. ഇപ്പം മോട്ടോർ കേടായാലും AC കേടായാലും സകലകല വല്ലഭനാണ്. എന്ത് നന്നാക്കും, വണ്ടി ഓടിക്കും, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അമ്മയുടെ ഒരു ചിങ്കിടി എന്ന് പറയാം. അമ്മ വിളിച്ചാൽ ഓടി വരും. പിന്നെ കൈ അയച്ച് പണം കൊടുക്കുന്ന ഒരാളാണ് അമ്മ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വളരെ വിധേയത്വമുണ്ടായിരുന്നു. ഒരടിമയെ കാണുന്ന പോലെ ചില സമയത്ത് അമ്മായിമ്മ അയാളോട് സംസാരിക്കും. എന്ത് പറഞ്ഞാലും എന്ത് ശാസിച്ചാലും അങ്ങേർക്ക് ഒരു പ്രശ്നവുമില്ല. അമ്മായിമ്മയോട് ഒട്ടി നിൽക്കും. അമ്മായിമ്മ വളർത്തിയെടുക്കുന്ന ഒരു ശിഷ്യനാണെന്ന് പോലും ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി, ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഇവർ തമ്മിൽ എന്തോ ഒരു ഡിങ്കോലാഫി ഉണ്ടെന്ന്. അയാൾ വരുമ്പോഴുള്ള അമ്മായിമ്മയുടെ ഇളകിത്തുള്ളലും ചാട്ടവും ഒക്കെ കാണുമ്പോഴേക്കും ആർക്കായാലും സംശയം തോന്നും. അമ്മായിച്ചനുള്ളപ്പോഴും അയാൾ വരാറുണ്ട്. അമ്മായിച്ചൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറേയില്ല. അങ്ങനെയാണ് അവരെ വെറുതെ വിടും. പോകെ എനിക്ക് സംശയം കൂടി വന്നു. ഇവർ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തെളിവുകൾ ഇല്ല താനും, ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല, സംഭാഷണം മാത്രമാണ്. അപ്പോൾ
ഒരു ദിവസം ഞാൻ ഹസ്ബൻഡോട് ചോദിച്ചു, ഇങ്ങനെ വലുതുമുണ്ടോ? എനിക്ക് അവരുടെ ആംഗ്യങ്ങളും നടത്തവും സംസാരവും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീട്ടിൽ പറയരുത്, അമ്മയുടെ അടുത്ത് അത് ചോദിക്കാനും പോകരുത്, അവസാനം നിനക്ക് തന്നെ പ്രശ്നമാകും, നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, സ്വത്തെല്ലാം അമ്മയുടെ പേരിലാണെന്ന് നിനക്കറിയാമല്ലോ, നീ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ തലയിടണ്ട. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കറിയാം അവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ് തലയാട്ടി, ഉണ്ടെന്ന് വെച്ചോളൂ, നിനക്കെന്താ, നിനക്കതിൽ പങ്കുചേരണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എങ്കിൽ അമ്മയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് നീ വിചാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, എന്നാലും ഒരു മകൻ ഇത്ര ഈസി ആയിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ നീ കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞിട്ട് അവസാനം എനിക്ക് പാരയാകരുത് എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഇല്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, രഹസ്യങ്ങൾ എന്നോട് പറയൂ മനുഷ്യ എന്ന് പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഓർമ്മ വെച്ച കാലം മുതലേ അമ്മയ്ക്ക് ഏതെങ്കിലും ഒരു ശിങ്കിടികളുണ്ട്. ഇതേപോലെ പല അവസരങ്ങളിലും പല രീതികളിലും അമ്മയെ മകൻ കണ്ടിട്ടുണ്ട്. ഹസ്ബൻഡ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്രതീക്ഷിതമായി പുരയിടത്തിൽ പണിക്ക് വന്ന ഒരാളുമായിട്ടുള്ള അമ്മയുടെ അടുപ്പം കണ്ടുപിടിച്ചു. അതോടുകൂടി മകൻ ചോദ്യം ചെയ്തു. പക്ഷേ അമ്മയ്ക്ക് അതിൽ കൂസലൊന്നും ഉണ്ടായിരുന്നില്ല. നിന്റെ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും നിനക്കറിയാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ എന്നെ എതിർക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 3-4 വർഷങ്ങളിൽ ഒരു ചെറുചലനമുണ്ടായിരുന്നു. അങ്ങനെ 2 കുട്ടികളുമുണ്ടായി. പിന്നീട് എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനം നിൻ്റെ അച്ഛനെ കൊണ്ടുണ്ടായിട്ടില്ല. ജോലി ചെയ്ത് വീട്ടിൽ പണം കൊണ്ടുവരുന്ന ഒരാൾ എന്നതിലുപരി ഒന്നുമില്ല. പക്ഷേ പണമൊക്കെ ഓൾറെഡി എനിക്കിഷ്ടം പോലെയുണ്ട്. പണമൊന്നും അന്നും ഇന്നും എൻ്റെ ലക്ഷ്യമല്ല. കടലിൻ്റെ അടിത്തട്ട് കലക്കി മറിക്കുന്ന ഒരു മുങ്ങിക്കപ്പലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ കപ്പൽ അപ്പോൾ തന്നെ മുങ്ങിപ്പോയ പോലെയാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകില്ല. നിനക്കിപ്പോൾ ആവേശം മാത്രമേ ഉള്ളൂ, കാര്യങ്ങളുടെ കിടപ്പുവശം നിനക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുക വേണ്ട. എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ തന്നെ പലതും കണ്ടെത്തേണ്ടി വരും എന്ന് പറഞ്ഞ് മകനെ അമ്മ ശാസിക്കുകയായിരുന്നു. പിന്നീട് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എതിർക്കാൻ വയ്യാതായി. കാര്യം ഈ വീടിൻ്റെ കടിഞ്ഞാണും പണവുമെല്ലാം അമ്മയുടെ കയ്യിലാണ്. അച്ഛനും ഇതറിയാം. അച്ഛൻ പണ്ടേ പരാജയം സമ്മതിച്ച് അങ്കത്തട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ അംഗം എന്നും ഇന്നും നടക്കുന്നുണ്ട്. അതിന് ബാക്കി പത്രമാണ് ഏറ്റവും പുതിയ അംഗ അടവാണ് പ്രസാദെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ എനിക്കൊരു ഉത്തരവുമില്ലായിരുന്നു. അവർ ഇങ്ങനെയാണെന്ന് ഹസ്ബൻഡ് സമ്മതിച്ച സ്ഥിതിക്ക് അവരായി അവരുടെ ജീവിതമായി എന്ന് വിചാരിക്കാം. എൻ്റെ ജീവിതം തന്നെ നോക്കാം. അന്ന് എനിക്ക് കിട്ടിയത് ഉണ്ട ശർക്കരയാണെങ്കിൽ ഇന്ന് കിട്ടുന്നത് പഞ്ചസാര തരിയാണ്. രണ്ടിനും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഹസ്ബൻഡ് എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പം ഞാൻ അമ്മയോട് പോയി പറയുകയാണ് ഇത് നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മുന്നും പിന്നും നോക്കിയില്ല. എങ്കിൽ പിന്നെ നീ ഗോതയിലേക്ക് ഇറങ്ങിക്കോ, നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ എന്ന് പറയുന്ന ടൈപ്പാണെന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ അമ്മയ്ക്ക് ഒരു കാര്യത്തിലും വകതിരിവില്ലേ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അമ്മയ്ക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വകതിരിവില്ലാത്തത്. കാര്യം ആവേശം കൂടുതലാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അമ്മ നല്ലവളാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നീ ഇടപെടരുത്. ഇടപെട്ടാൽ പ്രശ്നങ്ങളുണ്ടാകും. നീ നിൻ്റെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും അത് തലയാട്ടി സമ്മതിച്ചു. ഇതിനിടയ്ക്ക് ഒരു ദിവസം അമ്മായിമ്മയുടെ ഇളയ ആങ്ങളെയും ഭാര്യയും കൂടി വന്നു. അവരുടെ മക്കൾ 2 പേരും പഠിക്കുകയാണ്. അരുണാചൽ പ്രദേശിലാണ് അവർ സ്ഥിരതാമസം. എല്ലാ വർഷവും 2-3 വട്ടം കേരളത്തിലേക്ക് വരും. ഈ വട്ടം വന്നപ്പോൾ അങ്കിളും ആൻറ്റിയും മാത്രമേ ഉള്ളൂ. ആൻറ്റിയെ കാണാൻ അതീവ സുന്ദരിയാണ്. ഒരു ഹിന്ദി സിനിമ നടിയെ പോലെ ഇരിക്കും. പണ്ടത്തെ പടങ്ങളിലൊക്കെ വരില്ലേ, അത്രയ്ക്കും സൗന്ദര്യമാണ്. അമ്മാവന് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല. എൻ്റെ ഭർത്താവിനെ പോലെയൊക്കെ ഇരിക്കും. എൻ്റെ കല്യാണത്തിന് അവരേക്കൊന്ന് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും ആൻറ്റിയുമായിട്ട് എൻ്റെ അമ്മയ്ക്ക് അത്ര നല്ല പൊരുത്തമല്ലെന്ന് മനസ്സിലായി. അസൂയ പോലെയാണ് അവരോടുള്ള സംസാരവും കാണുന്നതൊക്കെ. അവർ കാണാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴേക്കും എന്നെ ചെറുകൊട്ടി കാണിക്കും. അവളുടെ പൊങ്ങച്ചം പറച്ചിൽ എന്നുള്ള രീതിയിൽ സൗന്ദര്യമുള്ള അവരെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ലെന്ന് എനിക്ക് മനസ്സിലായി.
പണ്ടേ അങ്ങനെയാകാം. ഒരു ദിവസം അങ്കിളും ആൻറ്റിയും കൂടെ തറവാട്ട് ക്ഷേത്രത്തിലേക്ക് പോയി. ആ സമയത്ത് അമ്മയോട് ഞാൻ ചോദിച്ചു, അല്ല അമ്മേ, ആൻറ്റി അമ്മയ്ക്ക് ഇഷ്ടമല്ലേന്ന്. എടി, അവൾ പണ്ടേ ഒരു പൊങ്ങച്ചക്കാരിയാണ്, സ്വയം സൗന്ദര്യമുണ്ടെന്ന്, ഇങ്ങനെ ഭാവവുമുണ്ട്, ഭർത്താവിനെ അടക്കി ഭരിക്കുകയാണ്. അവനാണെങ്കിൽ ഇവളുടെ മുന്നിൽ വലിയ ഭൃത്തിനെ പോലെ നിൽക്കുകയാണ്. അങ്ങനൊരു പെൺകോന്തൻ. പിന്നെ ഞാൻ കുഞ്ഞിനെ പോലെ കൊഞ്ചിച്ച് വളർത്തിയതാണ്. അതുകൊണ്ട് അവനെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവന് വേണ്ടി ഞാൻ ഇവളെ അങ്ങ് സഹിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ബാക്കി എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. നല്ലൊരു കക്ഷി. ഇവിടെ പണിക്ക് വരുന്ന ആളെപ്പോലും അടിമയെ പോലെ കാണുന്ന അമ്മായിമ്മയാണ് ഇപ്പോൾ ആങ്ങളുടെ കാര്യം പറഞ്ഞത്. എന്ത് വിരോധാഭാസമാണിതൊക്കെ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും 4:30 അപ്പോൾ ആൻറ്റി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മോളെ, നീ ഒന്ന് ഒരുങ്ങാമെങ്കിൽ നമുക്ക് ടൗൺ വരെ പോകാം, കുറേ പർച്ചേസ് ചെയ്യാനുണ്ട്, നീ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് സഹായമാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, വരാമല്ലോ എന്ന് പറഞ്ഞ് ഞാനും ആൻറ്റിയും കൂടെ പോയി. അമ്മായിമ്മ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയ്ക്ക് വരണ്ട എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു. അവളുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ ആര് വരുന്നു? ഞാനെന്താ ഡ്രസ്സ് കണ്ടിട്ടില്ലേ? എന്നെ വിളിച്ചതാണ്, ഞാൻ വരുന്നില്ല, ഒഴിഞ്ഞു മാറി. നീ പോയിട്ട് വാ, അവൾ എന്നെപ്പറ്റി പല കുറ്റങ്ങളും പറയും, നീ അതൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ അവരെ പറഞ്ഞിട്ട് വേണോ അമ്മയുടെ കുറ്റങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ? അല്ലാതെ തന്നെ എനിക്കെല്ലാം അറിയില്ലേ എന്ന് ചോദിച്ചു. അമ്മായിയമ്മ എന്നെ അടിപൊളിയെന്ന് നോക്കി. എന്താടി എൻ്റെ കുറ്റങ്ങൾ നിനക്കെന്തറിയാം? ഞാനിവിടെ വീട്ടിൽ ഒന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആർക്കറിയാം നടന്നോ നടന്നില്ലയോ എന്ന്. അമ്മ വേണമെങ്കിൽ നടക്കുന്ന ടൈപ്പാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ചിരിച്ചു. എടി, അധിക പ്രസംഗി, നീ എന്നെ കളിയാക്കാൻ മാത്രം വളർന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചുമ്മാ തമാശ പറഞ്ഞതല്ലേ അമ്മയെന്ന്. എന്ന് മോളി. അങ്ങനെയാണ് ഞാനും ആൻറ്റിയും കൂടെ പോയത്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അങ്കിളാണെങ്കിൽ വേറെവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു വന്ന വഴിക്കാണ് ആൻറ്റി എന്നോട് പറഞ്ഞത്, എന്നാലും മോളെ, നിൻ്റെ മനസ്സിനെ ഞാൻ ഒത്തിരി അഭിനന്ദിക്കുന്നു. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത്? അല്ല, സാധാരണ സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു ചെക്കനെ കല്യാണം കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. ആൻറ്റി പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ ആൻറ്റി എന്നെ അത്ഭുതത്തോടുകൂടി നോക്കി. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഒന്നും അറിയാതെയാണോ നീ കല്യാണം കഴിച്ചത്? നീ എല്ലാം അറിഞ്ഞതാണ്, എല്ലാം നീയും അറിഞ്ഞ് സമ്മതിച്ചിട്ടാണ് ഈ കല്യാണം നടന്നെന്നാണല്ലോ എൻ്റെ നാത്തൂൻ പറഞ്ഞത്. നിൻ്റെ അമ്മായിമ്മ പെരുങ്കള്ളിയാണ്, അതുകൊണ്ട് വിശ്വസിക്കാനും പറ്റില്ല. പക്ഷേ കല്യാണത്തിന് സമയത്ത് അവരുടെ പ്രകടനം കണ്ട് ഞാനും വിശ്വസിച്ചു പോയി. അപ്പോൾ നിനക്ക് ഒന്നും അറിയില്ലേ? ആൻറ്റി, പേടിപ്പിക്കാതെ കാര്യം പറ. എന്താ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും അസുഖമുണ്ടോ? അങ്ങനെ പകരുന്ന അസുഖമൊന്നും അവനില്ല. പിന്നെ എന്താ പറഞ്ഞു വരുന്നത്? എന്ത് രോഗമാണ് പുള്ളിക്കുള്ളത്? എടി, രോഗത്തിന് കാര്യം അവിടെ നിൽക്കട്ടെ. അവൻ്റെ കഥ നിനക്കറിയാമോ? കുറച്ച് വർഷത്തിന് മുമ്പ് അവന് ജോലി കിട്ടിയ സമയത്ത്, ജോലി കിട്ടി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു പെണ്ണിനെയും കൊണ്ട് അവൻ വീട്ടിലേക്ക് വന്നു. അതും വേറെ മതത്തിൽപ്പെട്ട പെണ്ണ്. വലിയ കോളക്കമായിരുന്നു. 2 പേരും കൂടെ പ്രേമിച്ചു. അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അമ്മായിച്ചനും അമ്മായിമ്മയും അത്ര ഇഷ്ടത്തോടു കൂടിയല്ലേ പെരുമാറിയത്. ആ പെൺകുട്ടി ഒരാഴ്ച മാത്രമേ അവിടെ നിന്നുള്ളൂ. അപ്പോഴേക്കും നിൻ്റെ അമ്മായിമ്മ അവളോട് പോരായി. അവസാനം അവനും അവളും കൂടെ ടൗണിലൊരു ഫ്ലാറ്റിലേക്ക് മാറി. ആ വിവാഹബന്ധം 1 വർഷം പോലും നീണ്ടു നിന്നില്ല. ഒരു സുപ്രഭാതത്തിൽ അവൾ ഇവനെ ഇട്ടിട്ടങ്ങ് പോയി. ഇവൻ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്തു. നാട്ടുകാരൊക്കെ പറയുന്നത് ശരിക്കും നിൻ്റെ അമ്മായിയമ്മ എന്തോ കൂടോത്രം ചെയ്തിട്ടാണ് അങ്ങനെ അവർ പിരിഞ്ഞെന്നാണ്. പക്ഷേ അങ്ങനെയല്ലെന്ന് നിൻ്റെ അമ്മായിമ്മ തന്നെയാണ് പിന്നീട് പറഞ്ഞത്. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ നടന്ന് പിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ അവളെ വിളിച്ചു. അവളാണെങ്കിൽ ഒരു ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലാബ് ടെക്നീഷ്യനോ മറ്റോ ആയിരുന്നു. അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഈ 1 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല. അവൾക്കാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ളൊരു കൂട്ടത്തിലുമാണ്. എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ താലോലിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവൾ പെട്ടെന്ന് വിവാഹത്തിലേക്ക് ചാടി ഇറങ്ങിയത്. സംശയം തോന്നി. അവൾ പരിശോധിച്ച് നോക്കി നിന്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ. ഫലം നിരാശാജനകമായിരുന്നു. ഒന്നുമില്ല, 0. പിന്നീട് 2 പേരും കൂടി ഡോക്ടറെ കാണാൻ പോയി. പക്ഷേ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർമാർ ഉറപ്പിച്ച് പറഞ്ഞു, ഒരു ഗുണവുമില്ല, ട്രീറ്റ് ചെയ്താലും ഇത് ശരിയാകും തോന്നില്ല, കുട്ടികളുണ്ടാകാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ലാത്ത ഒരു യുവാവാണ് എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. അതോടുകൂടി അവൾ ഇവനെ ഇട്ടിട്ട് പോയി. ഇവൻ തിരിച്ച് ഏതോ ഒരു ജീവി ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞ പോലെ തിരിച്ചിങ്ങ് വരികയും ചെയ്തു. അമ്മ മകനെ സ്വാതന്ത്ര്യപ്പിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി. പിന്നീട് ആരും അറിയാതെയാണ് മകന് വേറെ വിവാഹത്തിനുള്ള കരുക്കൾ നീക്കിയത്. എല്ലാം മരുമകളുടെ കുറ്റമാണെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയെ ഞാനും കോണ്ടാക്ട് ചെയ്തിരുന്നു. കാര്യം ഫേസ്ബുക്ക് വഴി അവൾ എൻ്റെ ഫ്രണ്ടായിരുന്നു.
പക്ഷേ അവൾ എന്നോട് വിശദമായ കാര്യങ്ങൾ റിപ്പോർട്ട് സഹിതം പറഞ്ഞു. ഒരു ഗുണവുമില്ല, അതുകൊണ്ടവൾ പിന്മാറിയെന്ന്. ഞാൻ അവളെ അപ്പോൾ കുറ്റം പറയുകയും ചെയ്തു. ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നമുക്കറിയില്ല. രണ്ടുപേരും ഇങ്ങനെ കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ പരസ്പരം ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? എല്ലാം ദൈവം തരുന്ന ഓരോ കാര്യങ്ങളല്ലേന്ന് അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുട്ടി അതെൻ്റെ ആഗ്രഹമായിരുന്നു. അത് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിസ്ക് എടുത്ത് വിവാഹം കഴിച്ചു. അത് നടന്നില്ല. അതുകൊണ്ട് എനിക്ക് പിന്മാറേണ്ടി വന്നു. എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അതോടുകൂടി പിന്നെ ഞാൻ അവളോട് സംസാരിക്കാതായി. അവരുടെ വിവാഹമൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആൻറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അതെനിക്കറിയില്ല മോളെ. അവർ ഒന്നിച്ചായിരുന്നു ജീവിച്ചിരുന്നത് എനിക്കറിയാം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി രജിസ്റ്റർ ചെയ്തോ മ്യൂച്വലായിട്ട് പിരിഞ്ഞോ എന്നൊന്നും അറിയില്ല. നിൻ്റെ കല്യാണത്തിന് രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു ചോദിച്ചു. ഇല്ല ആൻറ്റി എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മോളെ, നിൻ്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അമ്മായിമ്മ എന്നോട് പറഞ്ഞത് എല്ലാ പെൺകുട്ടിയോടും വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എൻ്റെ മോനെ കണ്ടപ്പോഴേക്കും അവൻ്റെ ജോലിയൊക്കെ അറിഞ്ഞപ്പോഴേക്കും പൂർണ്ണ സമ്മതമായി. ഇതാണ് നിൻ്റെ അമ്മായിമ്മ പറഞ്ഞത്. അവരുടെ പണവും അവൻ്റെ ജോലിയൊക്കെ കണ്ടിട്ട് നീ ഇതിന് സമ്മതിച്ചതാകുമെന്നാണ് ഞാൻ കരുതിയത്. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സമ്മതിച്ചതാകാം. രണ്ടായാലും നീ അറിഞ്ഞുകൊണ്ടല്ലേ. അതൊരു ത്യാഗമാണെന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. അപ്പോൾ നിനക്കൊന്നും അറിയില്ലേ? ഞാൻ കരയുന്ന മട്ടിലായി. ഇല്ല ആൻറ്റി, എനിക്കൊന്നും അറിയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലുള്ള കുഴപ്പങ്ങളൊന്നും ഹസ്ബൻഡിൽ കാണാനില്ല. മോളെ, ഇതൊന്നും ഒരാളുടെ പ്രകടനമോ പുറമോടിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഇതൊക്കെ ലാബിൽ പോയാലേ അറിയാൻ പറ്റുകയുള്ളൂ. അവൾ ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് സംശയം നോക്കി. അങ്ങനെ അവളുടെ കാര്യങ്ങളിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായി. നിനക്കൊന്നും അറിയില്ലല്ലോ. നീ വന്ന് പെടുകയും ചെയ്തു. ഒരു കണക്കിൽ നോക്കുമ്പോൾ നല്ലതാണ്. എന്തിനാണ് ചുമ്മാ കുട്ടികളൊക്കെ ഉണ്ടായി ബുദ്ധിമുട്ട് ജീവിക്കുന്നത്? നിൻ്റെ ജീവിതം ജോലിയാണ്. അതുകൊണ്ട് ഭർത്താവിൻ്റെ ധനം നീ നന്നായി യൂട്ടിലൈസ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക. അതാകും നല്ലത്. ബുദ്ധിയുള്ള പെൺകുട്ടികളുടെ ലക്ഷണം അതാണ് എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. തലയാകെ മരവിച്ചിരുന്നു. എൻ്റെ മനസ്സ് ആകെ മാറിപ്പോയി. അവർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ സൗകര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ എല്ലാം ചോദിച്ചു. അവരപ്പോൾ നെഞ്ചത്ത് കൈവച്ചു. ആ പൂതിന് വന്നപ്പോഴെനിക്കറിയാമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ നിന്നോട് പറയുമെന്ന്. അവൾ വരുന്നതേ എനിക്ക് പേടിയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എന്നാലും നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ഭർത്താവും അമ്മയൊക്കെ ചേർന്ന് എന്നെ ചതിച്ചല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, നീ അത് കാര്യമാക്കണ്ട, അതൊക്കെ പതുക്കെ ശരിയാകും. അന്ന് അവൾ നോക്കിയിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് അങ്ങ് പോവുകയായിരുന്നു. പക്ഷേ ഒരു വർഷമായെന്നാണല്ലോ പറഞ്ഞത്. അതൊക്കെ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഈ പറഞ്ഞതുപോലെ കുറേ നാൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കല്ലേ, നിനക്ക് ഇപ്പോഴൊന്നും വേണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? അത് വിട് എന്ന് പറഞ്ഞു. എന്നാലും രണ്ടാം ഘട്ടല്ലേ, ആദ്യത്തേതൊന്നും രജിസ്റ്റർ ഒന്നും ചെയ്തതൊന്നുമല്ല, അതും അവർ ലിവിങ് ടൂതർ പോലെയായിരുന്നു. നീ അത് വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതുപോലെ കരഞ്ഞു പറഞ്ഞു വിട്ടുപോകരുതെന്ന്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിച്ചു. എന്തെങ്കിലും കാര്യത്തിൽ അമ്മായിമ്മ എന്നെ കുറ്റം പറയുമ്പോൾ ഞാൻ ഈ വിഷയം എടുത്തിടും. നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചില്ലേ എന്ന്. അപ്പോൾ ഒരു ദിവസം അമ്മായിമ്മ പൊട്ടിത്തെറിച്ചു. എടി, എന്ത് ചതിയാ നിനക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചിരിക്കുകയാണ്, പിന്നെ കുറേ പണം ഉണ്ടാകുന്നതാണ് വലിയ കാര്യം. ഇതാണോ അമ്മേ ലോട്ടറി എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അമ്മ പറഞ്ഞു, എടി പണത്തിൻ്റെ കാര്യമല്ല, അല്ലാതെ നിനക്ക് ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നത്? എന്താ അമ്മ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, എടി എന്തായാലും ഭർത്താവിന് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്. അവനാണെങ്കിൽ നിൻ്റെ ദാസനെ പോലെയാണ് ഇപ്പോഴും. പിന്നെ അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ പെണ്ണിന് എല്ലാമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എല്ലാമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയടി, കാര്യം അത് സാന്ദ്രമല്ലേ. നീ പാച്ചാനാണെന്ന് പറഞ്ഞിട്ട് ഒരുങ്ങിക്കെട്ടി പോകുന്നുണ്ടല്ലോ. അവിടെ കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരില്ലേ, നല്ല സുന്ദരന്മാരില്ലേ, ചുള്ളന്മാരില്ലേ, ജിമ്മന്മാരില്ലേ? പോകുന്ന വഴിക്ക് നല്ല ആണുങ്ങളെ നീ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അതിനമ്മയ്ക്കെന്താ? എനിക്കൊന്നുമില്ല. നിനക്ക് വലുതാകണമെന്നുണ്ടെങ്കിൽ കാണുന്നവരിൽ നിന്ന് പുറത്തു നിന്ന് നീ സെലക്ട് ചെയ്യുക. നിൻ്റെ ജീവിതം നീ എൻജോയ് ചെയ്യുക. വീട്ടിൽ വരുമ്പോൾ നിനക്ക് ഭർത്താവുണ്ട്, അമ്മായിമ്മയുണ്ട്, അമ്മായിച്ചനുണ്ട്, നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നിൽ നീ ഭാര്യയാണ്. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് നിനക്ക് പഴയ കാമുകന്മാരെയോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയോ ഒക്കെ കാണാം.
നിനക്ക് ജീവിതം എൻജോയ് ചെയ്യാം, സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കാം. നിന്റെ ഭർത്താവ് അറിഞ്ഞാൽ, അല്ലെ ഞാൻ അറിഞ്ഞാൽ, ഈ വീട്ടിലാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ആരും നിന്നെ ചോദ്യം ചെയ്യാൻ വരുന്നു? ആരും വരില്ല. നിന്റെ ഭർത്താവും അതിനെതിര് പറയില്ല. നിനക്ക് നിന്റെ ജീവിതം ഇഷ്ടം പോലെ ആസ്വദിക്കാം. അതിലും വലിയൊരു ഭാഗ്യം വേറെ ഉണ്ടോടി? പിന്നെ എൻ്റെ മകൻ്റെ ഗുണത്തെപ്പറ്റി എനിക്കറിയാം. നിനക്ക് ഒരു കരയെ എത്തിപ്പറ്റാനാകുന്നില്ലെന്നും എനിക്കറിയാം. കാര്യം, വിവാഹത്തിന് മുമ്പ് നിനക്ക് പ്രേമമുണ്ടായിരുന്നു. അവൻ്റെ കൂടെ നീ കുറെ കറങ്ങി നടന്നാണ്. പൂച്ച വിചാരിക്കുന്നത് പാലങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ ആരും കാണില്ല. കാര്യം സ്വയം കണ്ണടച്ച് പിടിച്ചേക്കാണല്ലോ. എടീ, കല്യാണത്തിന് മുമ്പ് നിന്നെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിച്ചു. അല്ലറ ചില്ലറ കോളിളക്കങ്ങളൊന്നുമല്ല നീ സൃഷ്ടിച്ചിട്ടുള്ളത്. നന്നായി കറങ്ങി നടന്നവളാണ് നീ. നീ എന്തിനാണ് ഇപ്പോൾ ഇത്ര വലിയ ആശ്ചര്യം ഭാവിക്കുന്നത്? സാധാരണ പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭർത്താവിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. നീയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ കണ്ണ് രണ്ടും എൻ്റെ പുറകെയാണ്. ഞാനും പ്രസാദും കൂടെ എവിടെ പോകുന്നു, എന്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്നിട്ട് ഭർത്താവിനോട് ചോദിച്ചു, അമ്മയും പ്രസാദും തമ്മിൽ എന്താണെന്ന്. അവനിപ്പോൾ വിശദീകരിച്ച് തന്നില്ലേ? എടി, എനിക്ക് തുഴയാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തുഴയണം. വേറെ ആൾ തുഴഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്താ? ഒന്നുമില്ല. അതുകൊണ്ട് നിനക്ക് കടത്തും തുഴച്ചിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നീ കണ്ടെത്തുക, തുഴയുക. അതിന് നിനക്ക് പറ്റിയ സിറ്റുവേഷനാണ്. അങ്ങനെ നോക്കുമ്പോൾ ആരും നിന്നെ നിയന്ത്രിക്കാനില്ല. നിനക്ക് ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവരിരുന്ന് ഭർത്താവിൻ്റെ കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും കുറ്റം പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. പഴയ കാമകൻ ഇപ്പോഴും കാണും. അവനെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണും. അല്ലെങ്കിൽ എന്നെപ്പോലെ അത്യാവശ്യം ഓരോ ഘട്ടങ്ങളിൽ ഓരോന്ന് ചൂസ് ചെയ്യൂ. അങ്ങനെ ആകുമ്പോൾ പല വർണ്ണങ്ങളും നിനക്ക് കാണാം, 7 വർണ്ണങ്ങളും കാണാം. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, നീ ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ മേൽ ചൊറിയാൻ വരരുത്. വന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രത്യേകിച്ചൊരു പ്രയോജനമില്ല. നീ ഇവിടുന്ന് മറുകണ്ഠം ചാടിപ്പോയി ഏതെങ്കിലും ഒരു കോന്തനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അടിമയായി നീ ജീവിക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ അംഗവും കാണാം, താളിയൊടിക്കാം, പശുവിൻ്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പ് മാറും എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനൊരു ഡീലാണോ നിനക്കിഷ്ടം? അതോ എൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെയും തോളിൽ കയറിയിട്ട് നൃത്തം വയ്ക്കുന്നോ? അതോ നീ ഈ വിവാഹബന്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നോ? പണ്ട് കാലത്ത് കറങ്ങി നടന്ന് നിനക്കറിയില്ലേ ഏതാണ് ഗുണമെന്ന്? അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്ന് പറഞ്ഞ് അമ്മായിമ്മ നിർത്തി. ഞാൻ കുറേ ആലോചിച്ചു മാഡം. ഈ ജീവിതത്തിൽ പല ബെനിഫിറ്റുകളുമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഇപ്പോൾ കുറേ നാളായി എൻ്റെ ചൈത്രയാത്രയാണ്. പഴയ കാമുകനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും പല രീതിയിലുള്ള സ്വപ്ന സമാനമായ ഫ്രണ്ട്സുകളെയും കിട്ടി. അങ്ങനെ എൻ്റെ ജീവിതം നന്നായി ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഇത്രയ്ക്കും കൂട്ടുനിന്ന അമ്മായിമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരും ഇപ്പോൾ എൻ്റെ പാതയിൽ എന്നോട് കൂട്ടുചേർന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകാറുണ്ട്. അപരിചിതരായ പല ഫ്രണ്ട്സുകളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുമുണ്ട്. ഇതൊക്കെ ഹസ്ബൻഡിനറിയാം. പുള്ളി കമാന്നൊരക്ഷരം മിണ്ടില്ല. എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. അമ്മാമ്മ പറയുന്നത് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഏറ്റവും നല്ല തറവാട്ടിൽ പിറന്ന ഒരാളെ നമുക്ക് കണ്ടെത്താം, അങ്ങനെ വിശേഷങ്ങൾ ഉണ്ടാക്കാം. തൽക്കാലം ഇങ്ങനെ പോകട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇമെയിലിൽ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് ആ ഇമെയിൽ അവസാനിക്കുന്നത്? അവർക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ കഥ വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയച്ചു തന്നതായിരിക്കാം. എന്തായാലും അപരിചിതരമായി ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഹെൽത്തിയാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത്തരം കാര്യങ്ങൾ നമുക്ക് അനുകൂലമായ ഒരു മറുപടി കൊടുക്കാനും പറ്റില്ല. പക്ഷേ അവരുടെ സാഹചര്യങ്ങളിൽ അവർ അമ്മായിമ്മയും മരുമകളും അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഒരു സെറ്റപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ സിറ്റുവേഷൻ്റെ ഒരു ഗുണമായിരിക്കാം. അത് ചിലപ്പോൾ ദോഷമായിട്ട് ഭവിക്കാം. പക്ഷേ ഇപ്പോഴത്തെ കാലത്തും ചികിത്സകളും അത്യാധുനിക സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പലരും അതിൻ്റെ പിറകെ പോയി ക്യാഷ് ഒത്തിരി ചിലവാകും. അതുകൊണ്ടായിരിക്കാം അവരതൊന്നും നോക്കാതെ വളഞ്ഞ വഴികളിൽ കൂടി പോയിട്ട് അവരുടെ ഒരു രസവും അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളത് യഥാർത്ഥമാണ്.